പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. അതാണ് ആ പാതിമയും അല്ല മുഴുവയും എൻ്റെ ശ്രീനി മറന്നുപോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദുഃഖം. ശ്രീനി മട്ടന്നൂർ കോളേജിലാണ് പഠിക്കുന്നത്, പഴശ്ശിരാജ NSS കോളേജിൽ. അപ്പോൾ ആ കാലത്ത് കൈതപ്പുറത്ത് എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ ശ്രീനിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാർ അവിടെ. അപ്പോൾ ശ്രീനി ഇടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്. അങ്ങനെ എൻ്റെയും കോമൺ സുഹൃത്തായ വിഷ്ണു നമ്പൂരിയുടെ ഇല്ലത്ത് മംഗലത്ത് അവിടെ ശ്രീനി വരാറുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ആദ്യം കാണുന്നത് കുട്ടിക്കാലത്ത്. ഞങ്ങൾ ഏകദേശം എന്നേക്കാൾ പ്രായം കുറവാണ് ശ്രീനിക്ക്, ഒരു 6 വയസ്സ് കുറവാണ് ശ്രീനിക്ക്. അപ്പോൾ അന്ന് ഞാൻ മുതിർന്ന ആളാണ് ശരിക്കും ശ്രീനിയേക്കാൾ. എന്നാലും ഒരു വളരെ അടുത്ത സൗഹൃദമാണ് അന്ന്. ആ സൗഹൃദം ഈ അടുത്ത്, അതായത് ഇന്നലെയും കൂടി ഞാൻ ശ്രീനിയുടെ വൈഫിനായിട്ട് സംസാരിച്ചിരുന്നു. അതുവരെ നിന്നിട്ടുണ്ട്, അത്ര ബന്ധമാണ്. അന്നൊന്നും ഒരു സിനിമ പ്രവർത്തകനായിരുന്നില്ലല്ലോ അദ്ദേഹം, പക്ഷേ പിന്നീട് നാടക പ്രവർത്തകൻ. നാടകത്തിന് വേണ്ടി ഫൈനലൊക്കെ നടക്കുമ്പോഴും എനിക്ക് ബന്ധമുണ്ട്. പിന്നീട് 70 അല്ലെങ്കിൽ 74 ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. 76 ശ്രീനി അവിടെ എത്തി. അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്. ഇയാൾ ചെറിയ ചെറിയ പടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതൊക്കെ, അല്ലെങ്കിൽ പ്രിയനായിട്ടുള്ള ബന്ധമൊക്കെ തുടങ്ങുമ്പോൾ ഞാനുണ്ട് അവിടെ. എനിക്ക് മാതൃഭൂമി ജോലി കിട്ടി അതിനിടയിൽ. അപ്പോൾ ആ സമയത്ത് ചിത്രഭൂമിയിൽ പിന്നെ ഞാൻ പ്രൂഫ് റീഡറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചിത്രഭൂമിയിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ട് എനിക്ക് ശ്രീനിയായിട്ടൊരു അഭിമുഖം കൊടുക്കാൻ തോന്നി. എന്നിട്ട് ശ്രീനിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ശ്രീനിയോട് പറഞ്ഞു, തിരുമേനി എനിക്ക് ഒന്നും ആയിട്ടില്ല, പടമൊന്നും ആയിട്ടില്ല, പിന്നെ ഇപ്പം എന്തിനാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട്, ചിത്രഭൂമിക്ക് ലാഭമൊന്നുമില്ല, അല്ലാത്ത ഒരു കാര്യത്തിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെ ഒരു ഇതാണ് എല്ലാത്തിനും അങ്ങനെയാണ്. പുള്ളി ഒരിക്കലും പുള്ളിയുടെ ക്യാരക്ടർ പൊന്തിക്കുന്ന ഒരു ആവശ്യമില്ല, ഒരിക്കലും അതിനും പോയിട്ടില്ല ആൾ. ശ്രീനിയുടെ പിന്നാലെ ആൾക്കാർ പോയതല്ലാതെ ശ്രീനി ഒരാളുടെ പിന്നാലെ പോകാറില്ല. ശ്രീനിയുടെ വലിയ വ്യക്തിത്വം അത് എപ്പോഴും. ശ്രീനിവാസൻ സിനിമ സംവിധാനം തുടങ്ങിയപ്പോൾ ആദ്യം പാട്ടെഴുതാൻ വേണ്ടി വിളിച്ചത് ആദ്യം തന്നെയാണ്. അതെ, വടക്ക് നോക്കി കേന്ദ്രത്തിൻ്റെ കഥ എന്നോടാണ് പറയുന്നത് ആദ്യം. എന്നിട്ട് മദ്രാസ് വെച്ചാണ്, അല്ല എഴുതിയത് എഴുതാമെന്ന് എനിക്ക് ഓർമ്മയില്ല, മദ്രാസിൽ തന്നെ. ശരിക്കും നല്ല നിൽക്കുന്നത് മായാമയൂര്. അതെ, ഭയങ്കരമായിരുന്നു. ശ്രീനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഒരു ഗസൽ പോലെയുള്ള ഒരു മൂഡായിരുന്നു ആ പാട്ട്. ശ്രീനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ജയരാജൻ്റെ വിദ്യാരംഭവും ശ്രീനിയാണ് കഥ, ശ്രീനിയാണ് അഭിനയിച്ചത്, അതിന് ഞാൻ എഴുതിയത്. പിന്നെ ശരിക്കും കുടുംബപരം. അതെ, നല്ല പാട്ടാണ്. പൂവരമ്പിൻ താഴെ നല്ല മെലഡിയായിരുന്നു. പാട്ടുകളിലൊക്കെ അതെ. പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം ഒക്കെ ശ്രീനിയുടെ ഇതിലാണല്ലോ, കഥയിലാണല്ലോ. പിന്നെ ഒരുപാട് പടങ്ങൾ. പാവം. എന്താണ് സെറ്റിലോ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുമ്പോൾ ഡിമാൻഡ്സ് ഉണ്ടാവുമോ? കുറേ കർശനമായ ഡിമാൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ശ്രീനി അവിടെ വരികയില്ല. ശ്രീനി എന്നെ ഏൽപ്പിക്കും, എന്നെയും ജോൺസനെ ഏൽപ്പിക്കും, അല്ലാതെ ശ്രീനി അവിടെ വന്നിട്ടേ ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പറഞ്ഞു തരും, അതൊക്കെ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ട് ശ്രീനി ഇതിന് അഭിപ്രായം പറയാനൊന്നും വന്നിട്ടേ ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഈ മായാമയൂർ എഴുതുമ്പോഴൊന്നും ശ്രീനി ഉണ്ടായിട്ടില്ല അവിടെ. അതെ, അതിലുണ്ട് എനിക്ക്, ഞാൻ തന്നെ എഴുതി കമലിൻ്റെ പടം. അതെ, കമൽ ശ്രീനിയുടെ പല പടങ്ങളും പിന്നെ ഞാൻ വർക്ക് ചെയ്തു ഒരുമിച്ച്. അതാണ് വെണ്ണില ചന്ദനൊക്കെ ഉണ്ടായത്. അതെ, ഭയങ്കര ഈസിയാണ്. അയ്യോ, ഹ്യൂമറാണ്, മാത്രമല്ല ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഈ വീടിൻ്റെ പാലുകാച്ചന് ശ്രീനി വന്നിട്ടുണ്ട് ഇവിടെ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് പാവം പാവൻ്റെ അല്ലാതെ ശരിക്കും ആ ക്യാരക്ടറിൻ്റെ ഒരു വലിയൊരു ഇതാണ്, ഒരു ഡെവലപ്മെൻ്റാണ് ആ പടത്തിൽ. ഈ ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂ എറിഞ്ഞ ഒരാളുണ്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ശ്രീനി ആസ്വദിച്ചതാണ്. അതെ, അതിൻ്റെ തമാശ വരും. ചെണ്ടുമല്ലിപ്പൂ ഒരു കുട്ടി എറിയില്ലല്ലോ, അങ്ങനെ അതൊക്കെ ശ്രീനി ആസ്വദിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് വലിയ മനുഷ്യനത്. എപ്പോഴും അതെ, അഭിനയിക്കാറില്ല, ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. പുള്ളി നേരെ പച്ച മനുഷ്യനാണ്, ഈ പാഠ്യത്തുകാരനായ പച്ച മനുഷ്യനാണ്.